ഹരിയേട്ടാ, SP വിളിച്ച് ഡീറ്റെയിൽസ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഇപ്പോൾ വിവരം എത്തിക്കോളും. സംഭവം നടന്ന സ്ഥലത്തെ CCTV മുഴുവൻ ചെക്ക് ചെയ്യാൻ ഞാനെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. മനു നഷ്ടപ്പെട്ടിരിക്കുന്നത് മനുവിന്റെ മകന്. പക്ഷേ അല്പം പക്വതയോടുകൂടി മനു ഇക്കാര്യം കൈകാര്യം ചെയ്യണം. ഞാനിവിടുത്തെ സിറ്റുവേഷൻ കണ്ടതുകൊണ്ട് പറയുക. എനിക്ക് മനസ്സിലായി ഹരിയേട്ടാ, ഞാനത് ഹാൻഡിൽ ചെയ്തോളാം. ജ്യോതിയുടെ കുടുംബത്തിന് ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യവും എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. മനു, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. പറഞ്ഞു. ഒന്ന് അങ്ങോട്ട് വരൂ. എടോ, ഇതിനിടയിൽ രഹസ്യമൊന്നും വേണ്ട, താൻ പറ. നിത്യേച്ചി കള്ളം പറയാണെന്ന് എനിക്ക് തോന്നുന്നേ. നിത്യേച്ചിക്ക് ആദ്യം പിരിയാനൊന്നും പറ്റില്ല. നിത്യേച്ചി വേറെ എവിടെയോ അവനെ കൊണ്ടുപോയി നിർത്തിയിരിക്കുക. ജ്യോതി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നിത്യയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് പറ്റുമോ? ഇതിപ്പോ നിത്യേച്ചിയെ കുറിച്ചല്ലാതെ വേറെ ആരെക്കുറിച്ചാ സംസാരിക്കേണ്ടത്? കഷ്ടമാണ് മോളെ. 2-3 ദിവസമല്ലേ ആയുള്ളൂ നീ മനുവിന്റെ വീട്ടിലേക്ക് എത്തിയിട്ട്. അതുവരെ നീ നിഴല് പോലെ നിത്യയുടെ പുറകെ അല്ലായിരുന്നോ? അതുപോലെ നിത്യ നിന്നെ കെയർ ചെയ്യുന്നതും നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നതും ഒക്കെ ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ആയിരുന്നില്ലേ? എന്നിട്ടൊരു ആപത്ത് വരുമ്പോ എങ്ങനെയാ കുട്ടി നിനക്ക് തള്ളി പറയാൻ പറ്റുന്നേ? ഹരിയേട്ടന് നിത്യേച്ചി ന്യായീകരിക്കാൻ കാരണങ്ങളുണ്ടാവും, പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ജ്യോതി, ഇവിടെ ഇപ്പോൾ ആരെങ്കിലും ന്യായീകരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ മോനെ വേണം. അവൻ എവിടെയാണെന്ന് അറിയണം. അതല്ലേ വേണ്ടത്. നിത്യാമ്മ